ശ്രീലങ്കയിൽ നിന്നൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നു. പുലികൾ, അതായത് LTTE അവർ തിരിച്ചു വരികയാണ് പൂർവാധികം ശക്തിയോടുകൂടി. എന്താണ് ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ? ഇത് നമുക്ക് ഭീഷണിയാകുമോ വീണ്ടും? അല്ലേ, രണ്ട് കാര്യം എന്ന് വെച്ചാൽ പുലികൾ ഇപ്പോൾ ശക്തമായി തിരിച്ചു വരുന്ന ലക്ഷണമൊന്നുമില്ല. പക്ഷെ അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ വളരെ സ്ട്രോങ് ആണ്. ഗ്ലോബലി സ്ലീപ്പിംഗ് സെൽസ് ആർ വെരി സ്ട്രോങ്. കാരണം ഇന്ത്യയിൽ ഒരു പക്ഷേ ഗുജറാത്തികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയസ്പോറ കുടിയേറ്റക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളത് എവിടെയാണ്? ഈ തമിഴ്നാട്ടിലാണ്, തമിഴന്മാർ. അത് മാത്രമല്ല, അവർക്ക് ഒടുക്കത്തെ ഭാഷാ സ്നേഹവും തമിഴ് സ്നേഹവുമാണ്. അപ്പോൾ ഈ ഡയസ്പോറയുടെ സപ്പോർട്ടാണ് സത്യത്തിൽ തമിഴ് തീവ്രവാദികളെ ഈ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സപ്പോർട്ട് ബേസ് ഇതായിരുന്നു. അവർക്ക് വിമാനങ്ങൾ മേടിച്ചു കൊടുക്കുക, അവർക്ക് വേണ്ടി പിരിവെടുക്കുക, അങ്ങനെയുള്ള പലതും. അത് പൃഥ്വിരാജിൻ്റെ ഒരു അമേരിക്ക ബേസ്ഡ് ഡിട്രോയിറ്റ് ബേസ്ഡായ സിനിമ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു. ആ സിനിമയിൽ അത് വരുന്നുണ്ട്. അതായത് മാഫിയ തലമുറ റഹ്മാൻ ഈ പറയുന്ന തമിഴ് തീവ്രവാദികളായിട്ട് ബന്ധമുള്ള ആൾ, ആയുധ കച്ചവടം കാര്യങ്ങൾ, മയക്കുമരുന്ന് ഒക്കെ ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സ്ലീപ്പിംഗ് സെൽസ് സ്ട്രോങ് ആണ്. ഇതിപ്പം ഈ തമിഴ് അവിടെ രജപക്ഷ നശിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ സെൻട്രലിനെയാണ്. ഇപ്പോൾ ചാണക്യൻ്റെ ഒരു കാര്യമുണ്ട്. ചാണക്യനോട് ഒരിക്കൽ ഈ വിക്രമ ഇയാളുണ്ടല്ലോ ചന്ദ്രഗുപ്തന്മാർ അങ്ങനെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മഗധേനെ നേരിട്ട് പോയി അങ്ങ് ആക്രമിച്ച് കീഴടക്കാം. അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട, മഗധേനെ ആക്രമിച്ച് കീഴടക്കാം. മഗധേൻ്റെ സാമന്തന്മാരായിട്ടുള്ള മറ്റു രാജാക്കന്മാർ ഓരോ സൈഡിൽ നിന്ന് വന്ന് നമ്മളെ തോൽപ്പിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈഡിൽ നിന്ന്, ഇതിൻ്റെ അതിർത്തിയിൽ നിന്ന് വേണം ഈ യുദ്ധം ചെയ്യാൻ. ചുറ്റുപാടുകളെ നശിപ്പിച്ച് കഴിഞ്ഞാൽ രാജാവ് ദുർബലനാവും, നമ്മൾ പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇത് ശരിയാണ്. അപ്പോൾ എന്ത്, നമ്മൾ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്തിരുന്ന ചെറിയ ചെറിയ തമിഴ് ഈലങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പവർഫുൾ, ഇൻക്ലൂഡിങ് ഇൻ ഇന്ത്യ. തമിഴ്നാട്ടിൽ വളരെ പവർഫുള്ളാണ്. അപ്പം ഇവരെ നശിപ്പിച്ചിട്ടില്ല. ഇവരെ നശിപ്പിക്കാത്ത കാലത്തോളം ആ ഒരു പിന്നെ ഡ്രീം അല്ലെങ്കിൽ ആ ദൗത്യം, ഡ്രീം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ പ്രത്യേക ഒരു കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടേതായ എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഡ്രീം. തമിഴ്നാട്ടിൽ അതായിരുന്നില്ല, അതൊരു മിഷനായിരുന്നു, ദൗത്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർ മര്യാദയ്ക്ക് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സിംഹളന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതിക്രൂരമായിട്ടുള്ള ക്രൂരകൃത്യങ്ങളാണ് ഇവരോട് സിംഹളത്തിൽ കാണിച്ചത്. ബുദ്ധൻ സമാധാനം പറയും, ഉപകാരം കാണിച്ചത് മൊത്തം വേറെന്ത സാധനമാണ്. അപ്പം അത് ആ അനിതാ പ്രതാപാണ് അന്ന് പുറത്തു കൊണ്ടുവന്നത്. അവർ ആ ഒരു ദൗത്യം നിർവഹിക്കുക എന്നുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു ദൗത്യം, ഒരു ദൈവം അവരെ ചുമതലയേൽപ്പിച്ച പോലെയാണ്. അവരാണ് ആദ്യമായിട്ട് ഇതിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന അവരാണ്. അതുകൊണ്ടാണ് അവർ പ്രഭാകരനായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. പല നാളുകളും പറയും പ്രഭാകരനും അവർ സുന്ദരിയായതുകൊണ്ട്. അങ്ങനെയൊന്നുമല്ല, അവർ വളരെ കഷ്ടപ്പെട്ടാണ്. അതിന് ലോകം ഞെട്ടിപ്പോയിട്ടുണ്ട് ക്രൂരതകളൊക്കെ കണ്ടിട്ട്. അപ്പം ആ വിഷയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് അവിടെ. പ്രഭാകരനെ മരിച്ചിട്ടുള്ളൂ, തമിഴന്മാരുടെ വിഷയം ഇപ്പോഴും അവിടെയാണ്. റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവസാനിച്ചിട്ടില്ല. അപ്പോൾ റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവിടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ അജിത്തിന്റെ ബില്ല സെക്കൻഡ് സിനിമ ഉണ്ടാൽ മതി. അതിൽ കൃത്യമായി എന്താണ്, അഖിൽ പി ധർമ്മജന്റെ നോവലും അങ്ങനെയാണല്ലോ, റാം കെയർ ഓഫ് ആനന്ദി. അതിനകത്ത് ഇതൊക്കെ ഈ പറയുന്ന അങ്ങ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഒരു പ്രശ്നം അവിടെ വേലുപ്പിള്ള ഉയർന്നു വന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. വേലുപ്പിള്ളയെ സപ്പോർട്ട് ചെയ്ത ബേസും അവിടെയുണ്ട്. പിന്നെ വേലുപ്പിള്ളയെ സപ്പോർട്ട് ചെയ്ത ഒരു സ്ട്രോങ് ബേസാണ് അവർക്കിപ്പോൾ ഇല്ലാത്തത്. അത് രാജീവ് ഗാന്ധി ഭാഗത്തോടു കൂടി ഇല്ലാതായി ഇന്ത്യ. വേലുപ്പിള്ളയെ ഇന്ദിരാഗാന്ധിയാണല്ലോ സപ്പോർട്ട് ചെയ്തത്. ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്തത് കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ബലൂചിസ്ഥാൻ തീവ്രവാദികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പൈസ അവിടെ കയറി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ടെന്ന് വെച്ചാൽ അവർ ബലൂചിസ്ഥാനികൾ പണ്ടേ നമ്മളെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. അപ്പോൾ അത് രണ്ട്, ഈ ശ്രീലങ്കൻ തമിഴരെന്ന് വെച്ചാൽ നമ്മുടെ ആളുകളാണ്. ആ നമ്മുടെ ആളുകൾ ഒരു കാര്യമില്ലാണ്ട് വെറുതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈ കെട്ടി നോക്കിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇന്നിപ്പോൾ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനെ കുറ്റം പറയാനും പറ്റില്ല. അപ്പം ഒരു നയതന്ത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ. രാജീവ് ഗാന്ധി അല്ലേ ഏറ്റവും ഭീകരമായ നയം നടപ്പിലാക്കിയ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിന്റെ കാലത്താണ് ബലൂചിസ്ഥാനിലൊക്കെ ഈ തീവ്രവാദം ശക്തിപ്പെട്ടത്, ബോംബ് പൊട്ടിച്ച്. രാജീവ് ഗാന്ധി നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം സ്കെയിലുള്ള ആളായിരുന്നു. രാജീവ് ഗാന്ധിയുടെ ഉപദേശകരെ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. നല്ല ഉപദേശകരുണ്ട്, ചീത്ത ഉപദേശകരുണ്ട്. അതിൽ ചീത്ത ഉപദേശകനാണ് അരുൺ നെഹ്റു. അങ്ങനെയാണ് ഈ ഷബാനു കേസിൽ നിയമം ഉണ്ടാക്കണം, പിന്നെ ബാബറി മസ്ജിദ് മറ്റേ അതില്ലല്ലോ രാമജന്മഭൂമിയുടെ ശിലാന്യാസത്തിന് സമ്മതിക്കണം എന്ന് പറഞ്ഞ രണ്ട് ഉപദേശം അങ്ങേരാണ്. അതോടുകൂടി അത് അലമ്പാവുന്നത്. അതല്ലെങ്കിൽ ആ കോടതി വിധി വന്ന് ഇത്രയും കലാപങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ബാബറി മസ്ജിദ് വിഷയത്തിൽ കോടതി വിധീൻ്റെ കേസ് കോടതിയിലായിരുന്നല്ലോ. അത് വിധി വന്നാണ് ആ പ്രശ്നം തീരുന്നതെങ്കിൽ പ്രശ്നമല്ലേ. രാജീവ് ഗാന്ധി ഇടയ്ക്ക് പോയി തോന്നിടത്തോട് കൂടിയിട്ടാണ് അപ്പോൾ അത് ഷബാന കേസും വന്നു. ഇത് രണ്ടും അരുൺ നെഹ്റുവിൻ്റെ ഉപദേശമായിരുന്നു. നിയമത്തിന്റെ വഴി തേടിയില്ല, രാഷ്ട്രീയത്തിന്റെ വഴി തേടി. അത് അന്നപ്പോൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട്.
ഷബാനു കേസിൽ ഇത് തന്നെ സംഭവിച്ചത്. അപ്പം എന്നാൽ അന്താരാഷ്ട്ര രംഗത്ത് രാജീവ് ഗാന്ധി വളരെ അഗ്രസീവായിട്ട് നിലപാടെടുത്ത്. രാജീവ് ഗാന്ധിക്ക് ശേഷം നരസിംഹറാവു അത് ആ രീതി കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഞാനും പിന്നെ വാജ്പേയി പോലും ആ രീതി കണ്ടിന്യൂ ചെയ്തില്ല. ഇപ്പം മോഡി ദോവൽ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധിക്ക് ശേഷം ആ രീതിയിൽ അഗ്രസീവായിട്ടുള്ള ഒരു ഔട്ട്റീച്ച് അത് നടത്തുന്ന ഇപ്പോൾ മോഡിയാണ്. മറ്റുള്ള ആരും വളരെ പെസിഫിക് ആയിട്ട് മുന്നോട്ട് പോയതായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിക്ക് ശേഷം മോഡി. ചുരുക്കി പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ തുടങ്ങിയ ആ പിന്തുണ ഇപ്പോൾ LTT അല്ല അത്തരം വിഷയങ്ങൾ അല്ല LTTക്ക് നമ്മൾ കൊടുക്കില്ല. LTT ഭയങ്കര പിന്നെ അന്താരാഷ്ട്ര നയതന്ത്രമാണ്, പല കാര്യങ്ങളും നടക്കും. എങ്കിൽ പോലും LTTക്ക് ഓപ്പൺ ആയിട്ട് കൊടുക്കില്ല. കാരണം അവിടുത്തെ തമിഴ് ജനതയ്ക്ക് നമ്മുടെ ഐക്യദാർഢ്യമുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ തമിഴ് തീവ്രവാദികൾ നമ്മളെ സപ്പോർട്ട്, നമ്മളെ മുൻ പ്രധാനമന്ത്രിയെ കൊന്ന ആളുകളെ അവന്മാരെ വിശ്വസിക്കാൻ പറ്റും. അനിതാ പ്രതാപ് തന്നെ പറയും. രാജീവ് ഗാന്ധി മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അനിതാ പ്രതാപിനെ കണ്ടു. അപ്പോൾ അവരൊരു പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ രാജീവ് ഗാന്ധി സ്റ്റേജിൽ നിന്ന് അവരെ വിളിച്ച് വണ്ടി കയറ്റി. ഇത് തമിഴ് തീവ്രവാദികൾ ഇവരെ LTTക്കാർ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇനി അധികാരത്തിൽ വന്നാൽ ഞാനുമായിട്ട് അവർക്ക് പീസ് കീപ്പിംഗ് ഫോഴ്സിനെ തിരിച്ചു വിളിക്കണം എന്നാണ് അവർ പറയുന്നത്. തിരിച്ചു വിളിക്കണമെന്ന് ഇനി അങ്ങോട്ട് അയക്കില്ലെന്നോ അങ്ങനെ തോന്നുന്നു. അപ്പം എന്താണ് ചെയ്യേണ്ടത്, അനിത എന്ത് കരുതുന്നു? അപ്പം അനിത പറഞ്ഞു അവരെ വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിലെ വിശ്വസിക്കരുത് രാജീവ് എന്നവർ പറഞ്ഞു. അപ്പോൾ രാജീവ് ആ മെസ്സേജ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പക്ഷെ അതൊരു അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ രാജീവിൻ്റെ സുഖം തുടങ്ങി. രാജീവ് ഗാന്ധി ഇപ്പോൾ ശുദ്ധനായിരുന്നു. ഇപ്പം അനിത എങ്ങനെ വന്നാൽ ശരി അത് നടക്കില്ല എന്ന് തോന്നിട്ടുണ്ട് ചിലപ്പോൾ. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്മാർ അതപ്പം പൊട്ടുകമ്മൻ വിളിച്ചോ, പൊട്ടുകമ്മനായിരുന്നു അവരുടെ ഇന്റലിജൻസ് ചീഫ്. അതെ, നേതാവ് പൊട്ടുകമ്മൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും പൊട്ടിച്ചോ. ഇവരെല്ലാം റെഡിയായിക്കുക. അപ്പോൾ അവസാനം വന്നു. ഇനിയിപ്പം അനിതാ പ്രതാപ് ശരിയാണെങ്കിൽ അത് യെസ് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവന്മാർ പൊട്ടിച്ചെന്ന് വരും. കാരണം രാജീവ് ഗാന്ധിനെ കൊല്ലാന്നുള്ള പലരുടെ അജണ്ടയായിരുന്നു. അതുകൊണ്ടല്ലേ അതിൻ്റെ ഈ പറയുന്ന ശിവരാജനെ ആ ടീമിനെ ഒന്നും തന്നെ ജീവനോടെ പിടിക്കാൻ നമ്മളെ വേദരവിനോട് സംസാരിച്ച് നോക്കി. ജീവനോടെ പിടിക്കാൻ എല്ലാ ചാൻസും ഉണ്ട്. എന്തുകൊണ്ട് പിടിച്ചില്ല? ഇന്ത്യയിലെ നമ്മുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ പോലും പലരും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇപ്പോൾ മോഡിയുടെ കാലത്ത് ഒരു പക്ഷേ അതൊക്കെ മാറിയിട്ടുണ്ടാവും. അതിനാണല്ലോ ഡോവൽ അവിടെ പിടിച്ചിരുത്തി. ഇപ്പോൾ ഡോവലിനെ പോലൊരു ഓഫീസർക്ക് പൂർണ്ണമായ അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കാര്യങ്ങൾ ചെയ്യും. കോൺഗ്രസ് ഒരിക്കലും അത് കൊടുത്തില്ല, അവർക്ക് പേടിയായിരുന്നു. പക്ഷേ മോഡി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാജ്പേയി പോലും കൊടുത്തിട്ടില്ല, അവർക്കൊക്കെ പേടിയാണ്. പക്ഷേ ഡോവലിനെ പോലെ അവർക്ക് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യത കിട്ടും, അല്ലേ കാര്യമില്ല. നമ്മുടെ നാട്ടിൽ പല സെലിബ്രിറ്റി ആയിട്ടുള്ള IAS IPS ആയാലും തോറ്റു പോകുന്നതുകൊണ്ടാണ് അവരെ പിടിച്ച് കീസ് പൊസിഷനിലിരിക്കും, കൈയും കാലം കെട്ടിയിടും. പിന്നെ എന്താ ചെയ്യാൻ പറ്റും? ജോൺ ബിട്ടാസ് കൊണ്ട് വന്നിട്ടുണ്ട്. കൈരളി വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ള ചാനലായി തുടങ്ങി. എന്നാൽ റേറ്റിംഗ് വേണമെന്നാണ്. അതെങ്ങനെയാണ്? അരവിന്ദൻ്റെ അടൂർ ഗോപാലൻ്റെ സിനിമ ഓടിച്ചു കഴിഞ്ഞാൽ റേറ്റിംഗ് വരും. റേറ്റിംഗ് ഓടിക്കാൻ വലിയേട്ടനോ നീറൊക്കെ ഓടിക്കണ്ടേ? ജോൺ ബിട്ടാസ് കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ജോൺ ബിട്ടാസൊക്കെ മാറ്റി. അതുകൊണ്ടാണ് കൈരളി പിന്നെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അപ്പം ഏതായാലും തമിഴ് നമ്മളിപ്പം ഈ പറയുന്ന പോലെ ധനുഷ്കോടിയിലൊന്നും ഇനിയിപ്പം അവന്മാരുടെ പണ്ടൊക്കെ ഓപ്പണായിരുന്നു. ധനുഷ്കോടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളം അവർക്ക് പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് കാണാമായിരുന്നു. അന്ന് പിന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയ സജീവമല്ലാത്തതുകൊണ്ട് ലോകം അറിഞ്ഞില്ല. ഇൻ്റലിജൻസിനെ എല്ലാം അറിയാമായിരുന്നു. ആ രീതിയിൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവന്മാർ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു മര്യാദയില്ലേ? ഇവന്മാർ ആരെയും കൊല്ലും. പ്രധാനമായിട്ട് ഇവന്മാർ പ്രേമദാസ് ഇവരായിട്ട് കുറെ തിരക്കാടില്ലാത്ത ബന്ധമുള്ള ആളായിരുന്നു. അയാളെയും കൊന്നു. പിന്നെ ദളിത് മുതലി എന്ന് പറഞ്ഞ അയാളെ വേറെ വന്നിട്ടുണ്ട്. ഇവന്മാർ ഇത് തന്നെയായിരുന്നു പണി. കാണുന്നവരൊക്കെ വെറുതെ കൊല്ലുന്നത്. അവസാനം അതൊരു ഫാഷനായിട്ട് അങ്ങ് മാറി. അങ്ങനെ മാറി ഇവന്മാർ വ്യോമസേന ഉണ്ടാക്കുന്നു. വ്യോമസേന ഉണ്ടാക്കിയത് ഈ ഡയസ്പോറ സഹായത്തോടുകൂടി. പിന്നെ രാജീവ് ഗാന്ധിനെ കൊന്ന വകയിൽ പലരുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. രാജീവ് ഗാന്ധിൻ്റെ അഗ്രസീവ് നാഷണലിസ്റ്റ് അതിന് പല ആളുകൾക്ക് ഇഷ്ടമായിരുന്നില്ല. അമേരിക്കയ്ക്ക് ഇഷ്ടമായിരുന്നില്ല, പാകിസ്ഥാൻ ഇഷ്ടമായിരുന്നില്ല, ചൈനയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ഇവരൊക്കെ കൈയുണ്ടാവും. ഇതൊന്നും പുറത്തിരാൻ പോകുന്നില്ല. ഇപ്പം രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിനെ കൊന്നത് തന്നെ CIA എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത്തരം ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഡീനെ നിങ്ങൾ ഈ കണ്ടമാനം വിമർശിക്കാതെ മോഡീനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം അതാണ്. കാരണം അങ്ങനെ ഒരു ലൈനെടുത്ത് പോകുന്ന ഇപ്പം ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിലപാടായിട്ട് ഒരാൾ മുന്നോട്ട് പോയാൽ മറ്റുള്ള ശത്രുക്കളാവും. വലിയ ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്, അതെ, അവർ ശത്രുക്കളാവും. ഇവരൊന്നും നമ്മൾ പുറത്ത് കാണില്ല, കളി ഉള്ളിലാണ് നടക്കുക. ഇങ്ങനെ തൊട്ടപ്പോൾ മോഡിക്കുണ്ട്. കാരണം മോഡി പലരുടെയും കണ്ണിലെ കരടാണ്. അപ്പോൾ രാജീവ് ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്ക് ശേഷം പലരുടെയും കണ്ണിലെ റിയൽ തൊട്ട് മോഡിയാണ്. അപ്പം നമുക്ക് മോഡിനോട് എതിർപ്പൊക്കണം. ഞാനാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കേരളത്തിൽ എതിർത്തുകൊണ്ടിരുന്ന ഒരാൾ. പക്ഷേ ആസ് എ പ്രൈം മിനിസ്റ്റർ ഹീ നീഡ്സ് അവർ സപ്പോർട്ട്. കാരണം അദ്ദേഹം സേവ് ചെയ്യുന്നുണ്ട്. ദേശീയ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിലെ തമിഴ് പുലികളുമായിട്ട് ബന്ധപ്പെട്ട് അകത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനം അവിടെ ഉണ്ടായി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് ഉണ്ടാകാൻ സാധ്യത. ഇനിയിപ്പോൾ ചൈന അവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന സ്ഥിതിക്ക് ഡോവൽ എന്ത് തീരുമാനിക്കണം? ആൾ ഡോവലാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും
അതൊരു ഫ്രീ പാസ് ഒന്നും ആയിരിക്കില്ല. അത് കൃത്യമായ കൺട്രോൾ നമ്മളെ റിമോട്ട് കൺട്രോൾ ആയിരിക്കും. അതിനുള്ള പണി ഡോവൽ ചെയ്യും. അല്ലാതെ വെലുപ്പുള്ള പോകാനെ പോലെ ഒരുത്തനെ പിടിച്ച് സർവാധികാരിയെ മോള് ഇന്ദിരാഗാന്ധി കാണിച്ച് അബദ്ധം കാണിക്കില്ല. സോ തമിഴ് പുലികൾ റീബൂട്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഏത് രൂപത്തിൽ എപ്പോൾ എന്നുള്ള മാത്രമാണ്. ടൈം സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല. വേലിപ്പിള്ളയൊക്കെ വലിച്ചിട്ടുണ്ടാവും. അത് മറ്റേ പ്രാന്തൻ എന്തൊക്കെ അമ്മിയന്മാർ അങ്ങനെ വല്ലെന്ന് പോയി. പക്ഷേ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ്. ഇപ്പോഴും ഉണ്ട്. അവരെ ബിസിനസ് ചെയ്ത് തടിച്ചു കൊഴുക്കുന്നുണ്ടാവും. ഒരു അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവർ പൊട്ടിക്കും. പിന്നെ നമ്മളെ കൺസേൺ എന്ന് വെച്ചാൽ അവർ ശ്രീലങ്കയിൽ മാത്രമല്ല രാജ്യം ഉണ്ടാക്കുന്നത്. അവിടെ തമിഴീഴത്തിൽ തമിഴ്നാട് കൂടി വരുന്നുണ്ടെന്നുള്ളത് അതൊരു വെല്ലുവിളി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.